എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ അതാണ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അല്ലെ, വൃത്തങ്ങളും കോണുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ, സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം, ഒരു സർക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. സർക്കിളിന് എന്തായിരിക്കും, ഒരു സെന്റർ ഉണ്ട് അല്ലെ. ഇതാണ് സെന്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു പോയിന്റ് ആണ്, സെന്റർ പോയിന്റ് ആണ് നമുക്കറിയാം. ഇനി ആ സെന്ററിൽ കൂടെ ഒരു ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സർക്കിളിലെ രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ലൈൻ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഡയമീറ്റർ എന്ന് പറയും. എന്താണ്, വ്യാസം അല്ലെ, ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയും. ക്ലിയർ ആയല്ലോ. ഇനി ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ സർക്കിളിലേക്ക് ഏതൊരു പോയിന്റ്, സർക്കിളിലുള്ള ഏതൊരു പോയിന്റിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ എന്താണ്, അതിന്റെ റേഡിയസ് ആണ്. റേഡിയസ് അല്ലെങ്കിൽ ആരമാണ്. മനസ്സിലായല്ലോ. ഇനി സർക്കിളിലെ രണ്ട് പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്ത് കണ്ടില്ലേ, ഇതൊരു പോയിന്റ് ആണ്, ഇതൊരു പോയിന്റ്. മനസ്സിലായല്ലോ. അപ്പം ആ ഒരു പോർഷന്, ആ പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ സർക്കിളിന്റെ ആ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ആർക്ക് എന്നാണ് പറയുന്നത്. എന്ത് പറയും, ആർക്ക് അല്ലെങ്കിൽ ചാപം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഒരു സർക്കിളിലെ രണ്ട് പോയിന്റ്, സർക്കിളിൽ എവിടെയെങ്കിലും രണ്ട് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത്, ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്. ഈ രണ്ട് പോയിന്റും കൂടെ കണക്ട് ചെയ്ത് സർക്കിളിനുള്ളിൽ കൂടെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതിനെ നമ്മൾ എന്ത് പറയും, കോഡ് എന്നാണ് പറയുന്നത്, കോഡ്. അപ്പൊ അങ്ങനെ കോഡ് വരച്ചു കഴിയുമ്പോൾ സർക്കിൾ രണ്ട് പാർട്സ് ആയിട്ട് മാറി. അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് സെഗ്മെന്റ് എന്ന് പറയും. അതിലെ ചെറിയ പോർഷൻ, ആ കോഡ് വരച്ചു, അതിൽ ആ ചെറിയ പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് മൈനർ സെഗ്മെന്റ് എന്നാണ് പറയുന്നത് കേട്ടോ, മൈനർ സെഗ്മെന്റ്. ബാക്കിയുള്ള വലിയ പോർഷൻ ഉണ്ട്, ഇത്ര പോർഷൻ ഇല്ലേ, ബാക്കിയുള്ള ആ വലിയ പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് മേജർ സെഗ്മെന്റ് എന്ന് പറയും, മേജർ സെഗ്മെന്റ്. ക്ലിയർ ആയല്ലോ. ഇനി സർക്കിളിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, ആ പോയിന്റിൽ കൂടെ നമ്മൾ ഒരു ലൈൻ നീട്ടി വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ, ക്ലിയർ ആയല്ലോ, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ടാൻജന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ആയല്ലോ. ഇനി നമ്മൾ റേഡിയസ്, ഒരു സർക്കിളിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, റേഡിയസ് ഇല്ല, അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പം സർക്കിളിന്റെ സെന്ററിൽ നിന്നും ഈ രണ്ട് പോയിന്റിലേക്ക് നമ്മൾ ഒരു ലൈൻ വരച്ചു. അപ്പൊ കിട്ടുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് സെക്ടർ എന്ന് പറയും കേട്ടോ, സെക്ടർ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സെക്ടറിന്റെ മലയാളം എന്താണ്, വൃത്താംശം എന്നൊക്കെ പറയും കേട്ടോ, സെക്ടർ. ക്ലിയർ ആയല്ലോ. അപ്പൊ അവിടുത്തെ ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, അതിനെ നമ്മൾ സെൻട്രൽ ആംഗിൾ എന്നൊക്കെ പറയും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത് വരുന്നത് സർക്കിളിന് ഒരു ചുറ്റളവുണ്ട്, പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. പെരിമീറ്റർ ഓഫ് എ സർക്കിളിനെ നമ്മൾ എന്താണ് പറയുന്നത്, സർക്കംഫറൻസ് എന്നാണ് പറയുന്നത് കേട്ടോ, സർക്കംഫറൻസ് എന്ന് പറയും. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കംഫറൻസ് ആണ്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ സർക്കിൾ കണ്ടു, ഈ സർക്കിളിന്റെ ആംഗിൾ എത്രയാണ്, 360 ഡിഗ്രി ആയിരിക്കും. സർക്കിളിന്റെ ആംഗിൾ 360 ഡിഗ്രി ആണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മളിനി ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ പേരുകളൊക്കെ പറയുമല്ലോ, അപ്പൊ എന്താന്ന് നിങ്ങളൊരു ഐഡിയ ഉണ്ടായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. നമുക്ക് ആദ്യമേ പഠിക്കാനുള്ളത് പാർട്സ് ഓഫ് എ സർക്കിൾ ആണ്, അതായത് വൃത്തഭാഗങ്ങൾ കേട്ടോ, പാർട്സ് ഓഫ് എ സർക്കിൾ അല്ലെങ്കിൽ വൃത്തഭാഗങ്ങൾ. അവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്, ആ സർക്കിളിന്റെ സെന്റർ ഇതാ ഞാൻ ഇവിടെ അങ്ങ് അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. ഈ സർക്കിളിലെ ഒരു ആർക്കും ഞാൻ കൺസിഡർ ചെയ്യണം. സപ്പോസ് ദാ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു ആർക്ക്, ഈ ഒരു പോർഷൻ നമ്മളൊരു ആർക്കും കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ ആർക്കിൽ നിന്ന് നമ്മൾ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഈ സെന്റർ പോയിന്റിലേക്ക് നമ്മൾ ലൈൻ വരച്ചു. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഒരു പോയിന്റും കൂടെ നമുക്ക് കണക്ട് ചെയ്യണല്ലോ, ചെയ്തു. അപ്പൊ എന്താണ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഈ ആംഗിളിനെ നമ്മൾ എന്ത് പറയും, സെൻട്രൽ ആംഗിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല. ആ സെൻട്രൽ ആംഗിളിനെ ഞാൻ സി വെച്ചിട്ട് അങ്ങ് റെപ്രസെന്റ് ചെയ്യുക. മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ അപ്പം ഇത്രയും ഈ ഒരു പോർഷൻ എന്ന് പറയുന്ന ഒരു ആർക്കാണ്. അപ്പൊ ഇതിന്റെ ഈ ഒരു സെൻട്രൽ ആംഗിൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്രയും പോർഷൻ വരുമല്ലോ. അപ്പൊ അവിടെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യണം. സപ്പോസ് ദാ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. അപ്പം ഈ ആർക്കിന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആർക്കിൽ ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ ഒരു പോയിന്റിലേക്കും ഈ ആർക്കിന്റെ ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കൃത്യമായിട്ട് നിങ്ങൾ സ്കെയിൽ വെച്ചൊക്കെ വരയ്ക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത് സെൻട്രൽ ആംഗിൾ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒരു ആംഗിളും നമുക്ക് കിട്ടി. അതായത് ഒരു ആർക്കുണ്ട്, ആ ആർക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റൊരു ആർക്ക്, അവിടുത്തെ ഒരു പോയിന്റിലെ കോൺ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ ഈ കോണും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ. ഞാൻ ദേ ഇവിടുന്ന് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്നും ദാ ഇങ്ങോട്ട്, ഇതാണല്ലോ സെന്റർ എന്ന് പറഞ്ഞാൽ, ആ സെന്ററിലേക്ക് ഞാൻ ഒരു ലൈൻ നീട്ടി വരയ്ക്കുകയാണ് കേട്ടോ. ആ ലൈൻ നീട്ടി വരച്ചു. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങ് വരയ്ക്കാണ് കേട്ടോ. ഇങ്ങനെയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു കൂടെ അങ്ങനെ വരയ്ക്കും. ക്ലിയർ ആയല്ലോ. ഇതാണ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെന്ററിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാ, ഈ ഒരു ഇതുണ്ടല്ലോ, ഇതെന്താണ്, റേഡിയസ് ആണല്ലോ.
അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുന്നുണ്ട്, അതും എന്താണ് റേഡിയസ് ആണ്. അപ്പം ഇതും റേഡിയസ് ആണ്, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. മനസ്സിലായല്ലോ? അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു എന്താണ്, റേഡിയസ് തന്നെയാണ്. നോക്കിയേ, ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ക്ലിയർ ആയല്ലോ? ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചോളം ഇതെന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് ഈ രണ്ട് സൈഡും എങ്ങനെയായിരിക്കും, തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു സമവാർച്ച ത്രികോണമാണ്, അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന്റെ ഈ രണ്ട് സൈഡും എങ്ങനെയാണ്, തുല്യമാണ്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ സമവാർച്ച ത്രികോണത്തിന്റെ കേസിൽ നമുക്കറിയാം ഇവിടുത്തെ ആംഗിളും അല്ലെ, ഈ ആംഗിളും എന്താണ്ടല്ലേ, ഈ ചെറിയ ആംഗിളും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കുമല്ലോ. രണ്ട് സൈഡും ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ സൈഡിലുള്ള കോണുകളും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു കോണിനെ ഞാൻ എക്സ് എന്ന് അടയാളപ്പെടുത്തുക. അപ്പം ഇതും എങ്ങനെയായിരിക്കും, എക്സ് തന്നെ ആയിരിക്കുമല്ലോ. ക്ലിയർ ആയാ പറഞ്ഞത്? അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, ഈ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. അവിടെ നമുക്കറിയാം ഈ സൈഡും ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടുത്തെ ആംഗിളും എങ്ങനെയായിരിക്കും, ഒരുപോലെ ആയിരിക്കും. അപ്പൊ ആ ആംഗിളിനെ ഞാൻ വൈ എന്ന് കൊടുത്തു. ഇതും എന്ത് തന്നെയായിരിക്കും, വൈ തന്നെയായിരിക്കും. മനസ്സിലായല്ലോ? ഇനി നോക്കി, ഈ സെൻട്രൽ ആംഗിൾ നമ്മൾ ഇവിടെ എടുത്തായിരുന്നല്ലോ. അപ്പൊ ഇവിടുന്ന് ഞാൻ നേരെ ഈ ലൈൻ ഇവിടുന്ന് വരുന്ന ഈ ലൈൻ നേരെ ഇങ്ങോട്ടൊക്കെ നീട്ടി വരച്ചു. ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും, അതിന്റെ ഔട്ടർ ആംഗിൾ അല്ലേ, പുറം കോണാണല്ലോ. ഈ ഒരു ട്രയാങ്കിൾ നോക്കി, ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പുറം കോണാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സമവാർച്ച ത്രികോണത്തിന്റെ കേസിൽ അകക്കോണുകൾ ഇല്ലേ, അകക്കോണുകൾ ഈക്വൽ ആണ് നമുക്കറിയാം. അപ്പം പുറം കോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിന്റെ രണ്ടിന്റെയും തുകയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇത് എക്സ് ആണ്, ഇത് എക്സ് ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും, എക്സ് പ്ലസ് എക്സ്, അതായത് 2x ആയിരിക്കുമല്ലോ. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പം ഇതൊരു ത്രികോണമാണ്, സമവാർച്ച ത്രികോണമാണ്. അതിന്റെ ഔട്ടർ ആംഗിൾ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത്. അപ്പൊ ഇത് y ആണ്, ഇത് y ആണ്. അപ്പൊ അതിന്റെ സം ആയിരിക്കുമല്ലോ ഈ പർട്ടിക്കുലർ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് 2y ആയിരിക്കും ഇത്. ക്ലിയർ ആയാലോ? ഞാൻ അപ്പൊ നോക്കി, ഈ ഒരു ആർക്ക് നമ്മൾ ഈ ആർക്കാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത്ര ആണ്, ടോട്ടൽ വരും, അതായത് സി ആണ്. അപ്പൊ സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്, ഇതിന്റെ ആംഗിൾ എത്രയാണ്, 2x ആണ്, ഇതിന്റെ ആംഗിൾ 2x ആണ്. അപ്പം സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ഞാൻ സി വെച്ച് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. സെൻട്രൽ ആംഗിൾ സി വെച്ച് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ സെൻട്രൽ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ഇതിന് രണ്ടിന്റെയും സം ആയിരിക്കുമല്ലോ. അതായത് എങ്ങനെ എഴുതാം, 2x plus 2y എന്ന് നമുക്ക് എഴുതാം. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 2 into x plus y എന്ന് എഴുതാം. സി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 2 into x plus y ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനെ വേണം, ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അതായത് c/2 എടുക്കുക. c/2 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഈ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആംഗിൾ എക്സ് ആണ്, ഇത് വൈ ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന ഈ ടോട്ടൽ ആംഗിൾ ഉണ്ടല്ലോ, അതായത് ഇവിടുത്തെ ഈ ടോട്ടൽ ആംഗിൾ ഉണ്ടല്ലോ, അതെന്താണ്, എക്സ് പ്ലസ് വൈ അല്ലേ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപത്തിന്റെ, ഇവിടെ ഒരു ചാപം നമ്മളുണ്ട്, ഇതിന്റെ ഓപ്പോസിറ്റ് ചാപം ആണിത്, അവിടുത്തെ കോണാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ എക്സ് പ്ലസ് വൈ എന്താണ്, c/2 അല്ലേ. ക്ലിയർ ആയ പറഞ്ഞു? അപ്പം സെൻട്രൽ ആംഗിൾ നമുക്ക് ഇവിടെ കിട്ടി, ഇതാണ് സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്, 2 into x plus y ആണ് ഇല്ലേ. അപ്പം അതിന്റെ എന്തായിരിക്കും, പകുതി ആയിരിക്കുമല്ലോ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയ പറഞ്ഞു? അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. മനസ്സിലായല്ലോ? അതായത് എക്സ് പ്ലസ് വൈ ആണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിന്റിലുള്ള ആംഗിൾ. അതെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും, സെൻട്രൽ ആംഗിൾ ഇവിടെയുണ്ട്, സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതില്ലേ, ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടുത്തെ, അതായത് ഇവിടുത്തെ ആംഗിൾ ഏതാണ്, ഓപ്പോസിറ്റ് സൈഡിലുള്ള ആർക്കിന്റെ കോൺ ഉണ്ടല്ലോ, ആ കോണിന്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സി എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും 2 into x plus y ആണെന്ന് നമുക്ക് പറയാം. ഇത് തമ്മിലുള്ള റിലേഷൻ മനസ്സിലായില്ലേ? സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡിലുള്ള ആർക്കിലുള്ള പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു ആർക്ക് കൺസിഡർ ചെയ്തു, അതിന്റെ സെൻട്രൽ ആംഗിൾ ആണ് സി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊരു കൺസെപ്റ്റ് ആണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അതായത് ഈ സെൻട്രൽ ആംഗിൾ ഇവിടുത്തെ വാല്യൂ ഉണ്ടല്ലോ, സിയുടെ വാല്യൂ, ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ സപ്പോസ് 120 ആണെന്ന് വിചാരിച്ചു. ഇത് ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പൊ ഇതെന്തായിരിക്കും, c/2, ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും, c/2 ആയിരിക്കും. അതായത് 120 divided by 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും, 60 ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഇത് 60 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാമല്ലോ, ഇതായിരിക്കും ഇതിന്റെ ഇരട്ടി ആയിരിക്കും.
ക്ലിയർ ആയല്ലോ. അപ്പം അതൊരു കൺസെപ്റ്റ് ആണ്. എന്താ നോക്കിയേ, ദ ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെന്റർ. വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. വൃത്തത്തിലെ ഏത് ചാപം കണ്ടില്ലേ, വൃത്തത്തിലെ ഏത് ചാപം, ഈ ഒരു ചാപം നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ ഉണ്ടല്ലോ സി, അതിന്റെ പകുതി ആയിരിക്കും അതിന്റെ മറുചാപം, അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ചാപം ഉണ്ടല്ലോ, ആ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് സി ആണ്, ഇത് C/2 ആയിരിക്കും. ഇത് 80 ആവുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും, 40 ആയിരിക്കും. സപ്പോസ് ഈ ആംഗിളോ തന്നിട്ടുള്ളൂ, ഈ ആംഗിൾ 20 ആണെന്ന് തന്നു, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും, അതിന്റെ ഇരട്ടി ആയിരിക്കും, അത് എത്രയായിരിക്കും, 40 ആയിരിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ട്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡു വി കട്ട് 1/3 ഓഫ് എ സർക്കുലർ റിംഗ്? ഒരു വളയത്തിന്റെ 1/3 ഭാഗം മുറിച്ചെടുക്കുന്നത് എങ്ങനെയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സർക്കിൾ അല്ലെങ്കിൽ റിംഗ് വന്നിട്ടുണ്ട്, അതിന്റെ 1/3 ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെയായിരിക്കും കട്ട് ചെയ്തെടുക്കുന്നത്? 1/3 ഭാഗം നമുക്ക് അറിഞ്ഞുകൂടാ, എവിടെയാണ് 1/3 പോർഷൻ എവിടെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, ആദ്യമേ സെന്റർ നമുക്കറിയാലോ, സെന്റർ ഇവിടെയുണ്ട്. നമുക്കറിയാം ഒരു സർക്കിളിനെ സംബന്ധിച്ചോളം ആംഗിൾ എത്രയാണ്, 360 ഡിഗ്രി ആണ് നമുക്കറിയാം. സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ്. അപ്പം ആ 360 ഡിഗ്രിയുടെ 1/3 പോർഷൻ അല്ലേ നമുക്ക് മുറിച്ചെടുക്കണ്ടേ. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ആ 1/3 പോർഷന്റെ ആംഗിൾ എത്രയായിരിക്കും അല്ലെ, അതായത് 1/3 പോർഷൻ നമ്മൾ മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ആർക്ക് കിട്ടും അല്ലെ, ഒരു ആർക്ക് കിട്ടും. ആ 1/3 പോർഷൻ എത്രയായിരിക്കും, 1/3 പോർഷൻ അതിന്റെ സെന്റർ ആംഗിൾ ആയിരിക്കും അല്ലെ. സപ്പോസ് അതുകൊണ്ടില്ലേ ഞാൻ ഇവിടെ ഒരു ആർക്ക് കൺസ് ചെയ്തു, ഇതാന്ന് ചോദിച്ചു ഒരു ആർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം സപ്പോസ് ഇതാണ് 1/3 പോർഷൻ എന്ന് വിചാരിച്ചു, ഇതിന്റെ 1/3 പോർഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പം 1/3 പോർഷൻ കിട്ടണമെങ്കിൽ ടോട്ടൽ എന്ന് വെച്ചാൽ 360 ആണ്. 360യുടെ 1/3 പോർഷൻ ആയിരിക്കുമല്ലോ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ എങ്ങനെ എഴുതാം, സെൻട്രൽ ആംഗിൾ അല്ലെ, സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണ് ടോട്ടൽ, അതിന്റെ എങ്ങനെയാണ് 1/3 പോർഷൻ ആയിരിക്കും. അപ്പൊ എത്ര വരും, ദാറ്റ് ഈസ് 120 ഡിഗ്രി. അതായത് ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി, 120 ഡിഗ്രി കിട്ടി. അപ്പം സെൻട്രലിൽ നിന്ന് നമുക്ക് 120 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ച് അളന്നിട്ട് നമുക്ക് ഇത്രയും പോർഷൻ കട്ട് ചെയ്തെടുക്കാമല്ലോ. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു വളയത്തിന്റെ 1/5 ഭാഗം മുറിച്ചെടുക്കുന്നത് എങ്ങനെയും ചോദിക്കുക. 1/5 ഭാഗം മുറിച്ചെടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ടോട്ടൽ 360 ആണ് ഇല്ലേ. അപ്പൊ അവിടെ നമ്മൾ 360 1/5 ഭാഗം എന്ന് പറയുമ്പോൾ എത്ര വരും, ആംഗിൾ 72 ഡിഗ്രി വരും ഇല്ലെ. 72 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. അപ്പം ആ 72 ഡിഗ്രി നമ്മൾ ആ സെന്ററിൽ നിന്ന് എടുത്തിട്ട് അടയാളപ്പെടുത്തുക. സെന്റർ കണക്കാക്കാനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മളൊരു സർക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ പോർഷൻ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. സെൻട്രൽ ആംഗിൾ കാണുന്നത് എങ്ങനെയാണ്, ഒരു സർക്കിളിൽ എത്ര പാർട്ടാണോ വേണ്ടത്, എത്ര ഭാഗമാണോ വേണ്ടത്, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ആംഗിൾ ആയിരിക്കും. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമുക്ക് സെൻട്രൽ ആംഗിൾ അറിയാവുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ചാപത്തിലുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആർക്കിലുള്ള നമുക്കൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ മേക്ക് ചെയ്യുന്ന എന്താണ് ആംഗിൾ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അത് എത്രയായിരിക്കും, ഇതിന്റെ പകുതിയായിരിക്കും ഇല്ല, ഇതിന്റെ പകുതിയായിരിക്കും ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി മേ ബി ഇത് തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, ഈ ഒരു പോർഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും സെന്റർ. ആ ഒരു രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ ഇസ് ദ ആർക്ക് മാർക്കഡ് ഇൻ ദ പിക്ചർ ബിലോ? ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഒരു ചാപം കൊടുത്തിട്ടുണ്ടല്ലേ, ഇതാണ് ചാപം. ഈ ഒരു ചാപം എന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ചാപത്തെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ചാപത്തിന്റെ ഓപ്പോസിറ്റ് ചാപത്തിലുള്ള അല്ലെങ്കിൽ ആർക്കിലുള്ള ഒരു കോൺ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ നമ്മൾ സെന്റർ ആയിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ സെന്റർ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. നമ്മൾ പഠിച്ചില്ലേ എങ്ങനെയാണ് സെൻട്രൽ ആംഗിൾ വന്നിരിക്കുന്നത്. ഇത് C/2 ആണ്, അതായത് ഇതിന്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ആംഗിൾ വന്നിരിക്കുന്നത്. അപ്പൊ എത്ര വരും സെൻട്രൽ ആംഗിൾ, നമുക്ക് എങ്ങനെ എഴുതാം, സെൻട്രൽ ആംഗിൾ ഈസ് ഈക്വൽ ടു എത്രയാണ്, 40 × 2 വരും ഇല്ലേ, ദാറ്റ് ഈസ് 80 ഡിഗ്രി. അതായത് ഇത് എത്രയാണ് വരുന്നത്, 80 ഡിഗ്രി. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കാമല്ലോ. ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ അല്ലെ, ഫ്രാക്ഷൻ ഓഫ് ആർക്ക് അല്ലെ, ഫ്രാക്ഷൻ ഓഫ് ആർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇത്ര എന്ന് പറഞ്ഞാൽ 360 ആണ് ടോട്ടൽ സർക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 80 ഡിവൈഡ് ബൈ 360 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ ഫ്രാക്ഷൻ കിട്ടുമല്ലോ, കിട്ടും
ഈക്വൽ ടു ഇത് വന്നു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ, അപ്പം 4 വരും, 18 വരും, ദെൻ 2/9 വരും ഇല്ലേ. 2/9 പാർട്സ് ആണ്, 2/9 ഫ്രാക്ഷൻ ആണ് ഈ സർക്കിളിന്റെ. അപ്പൊ ഈ മാർക്കഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/9 അല്ലെ. 2/9 ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ ആണ്. മനസ്സിലായല്ലോ. അപ്പം ഇതും ആ കൺസെപ്റ്റ് വെച്ചിട്ടാണ്, സെൻട്രൽ ആംഗിളിനും അപ്പൊ തന്നെ ഓപ്പോസിറ്റ് ആർക്കിന്റെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When the corner of a bent wire was placed at the center of a circle, 1/10 of the circle was contained within it. If the corner of the wire is placed on a point of the circle as in the second picture, what fraction of the circle would it contain? What if it is placed at a point on another circle as in the third picture? അതായത് ഒരു കമ്പി എടുത്തിട്ട്, ഇതൊരു കമ്പിയാണ്, ആ കമ്പിനെ രണ്ടായിട്ട് മടക്കി അതിന്റെ മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വച്ചപ്പോൾ വൃത്തത്തിന്റെ 1/10 ഭാഗം അത് ഉൾപ്പെട്ടു. അതായത് ആദ്യത്തെ പിക്ചർ ആണ് കേട്ടോ. ഒരു കമ്പി എടുത്തിട്ട് നമ്മളിങ്ങനെ മടക്കി വെച്ച് വൃത്തത്തിന്റെ സെൻട്രലിൽ വെച്ചപ്പോ എന്താണ്, അവിടുത്തെ സർക്കിളിന്റെ 1/10 പോർഷൻ അതിന് ഉൾപ്പെട്ടു. ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അതിനുള്ളിലാവുക? അപ്പൊ കണ്ടില്ലേ. അപ്പൊ ഇതേ കമ്പി, ആ കമ്പിയുടെ മൂല എന്ത് എടുത്തു, എവിടെ കൊണ്ടുപോയി വെച്ചു? വൃത്തത്തിന്റെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചു. അപ്പൊ അങ്ങനെ ഈ പോർഷൻ, ഇത്രയും പോർഷൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കണം. ാലോ. അപ്പം ആദ്യത്തെ കേസിൽ നമുക്കറിയാം എന്താണ്, 1/10 പോർഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സെൻട്രലിൽ വെച്ചപ്പോ 1/10 പോർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. അതായത് ഫസ്റ്റ് ഫിഗർ നമ്മൾ നോക്കട്ടെ. ഫസ്റ്റ് ഫിഗറിന്റെ കേസിൽ എന്താണ്, നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം ഇല്ലേ. സെൻട്രൽ ആംഗിൾ എത്ര വരും? സെൻട്രൽ ആംഗിൾ എത്രയാണ് വരുന്നത്? 1/10 പോർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെൻട്രൽ ആംഗിൾ എത്ര വരും? 360 × 1/10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഇല്ലേ. അപ്പം സെൻട്രൽ ആംഗിൾ ഇവിടെ എത്രയാണ് വന്നത്? 36 ഡിഗ്രി ആണെന്ന് വന്നു. ക്ലിയർ ആയല്ലോ. ദെൻ അടുത്ത എന്താണ് പറയുന്നത്? സെക്കൻഡ് ഫിഗറിൽ എന്താണ്? സെക്കൻഡ് ഫിഗറിൽ ഇതേ കമ്പി തന്നെ വൃത്തത്തിന്റെ മറ്റൊരു പോയിന്റിലേക്ക് വെച്ചു. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ പോർഷൻ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അതായത് സെക്കൻഡ് ഫിഗർ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇതേ സെയിം കമ്പിയാണല്ലോ. അപ്പം ഇതേ സെയിം കമ്പിയുടെ ഈ ആംഗിൾ നമുക്കറിയാം എത്രയാണ്? 36 ഡിഗ്രി ആണെന്നറിയാം ഇല്ലേ. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ വരുമ്പോൾ അവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയായിട്ട് വരും? സെൻട്രൽ ആംഗിൾ സെക്കൻഡ് ഫിഗറിൽ സെൻട്രൽ ആംഗിൾ എത്രയായിട്ട് വരും? ഫസ്റ്റ് ഫിഗറിലാണ് സെൻട്രൽ ആംഗിൾ നമുക്ക് 36 കിട്ടുക. അപ്പൊ അതേ കമ്പി അങ്ങോട്ട് മാറ്റി വെക്കുവാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ആംഗിൾ നമുക്ക് ഓൾറെഡി അറിയാം 36 ആണെന്നറിയാം. അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണ് വരുന്നത്? സെക്കൻഡ് ഫിഗറിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? 36 × 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി എന്ന് വരും. ഇത് എത്രയാണ്? ഈ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ 72 ഡിഗ്രിയാണ്. അപ്പം കണ്ടുപിടിക്കാമല്ലോ, ഈ പോർഷൻ കണ്ടുപിടിക്കാമല്ലോ. ഫ്രാക്ഷൻ ഓഫ് ദി ആർക്ക് ഇല്ലേ. ഫ്രാക്ഷൻ ഓഫ് ദി ആർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫ്രാക്ഷൻ ഓഫ് ദി ആർക്ക് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 360 ഇല്ല. ടോട്ടൽ 360 ആണ്. ദെൻ 72യുടെ പോർഷൻ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? ഡിവൈഡ് ചെയ്യുമ്പം 5 വെച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ 1/5 എന്ന് വരും. 1/5 ഫ്രാക്ഷൻ ആണ് ഈ ഒരു പോർഷൻ. അതായത് ഇത്രയും പോർഷൻ വെച്ചാൽ എത്രയാണ്? 1/5 ആണ്. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ കേസിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? മറ്റേതെങ്കിലും വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ വെച്ചാലോ. ഇതേ സെയിം കമ്പി, 36 ആണ് ഇവിടുത്തെ ആംഗിൾ വന്നിരിക്കുന്നത്. അതേ സെയിം കമ്പി വേറൊരു വൃത്തത്തിന്റെ വേറൊരു ബിന്ദുവിൽ വെച്ചാലാന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ അപ്പൊ ഈ ഒരു ആർക്ക് എത്രയാണെന്നാണല്ലോ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേ കമ്പിയാണ്. അപ്പൊ ഇത് എത്രയാണ്? 36 ഡിഗ്രി ആണ്. തേർഡ് ഫിഗറിന്റെ കേസിൽ കേട്ടോ. തേർഡ് ഫിഗറിന്റെ കേസിൽ ഇത് എത്രയാണ്? 36 ആണ്. അപ്പൊ അവിടുത്തെ എന്താണ് സെൻട്രൽ ആംഗിൾ എത്ര വരും? സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 36 × 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഡിഗ്രി തന്നെ വരും ഇല്ലേ. ദെൻ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഇവിടെ 72 ആണ് വരുന്നത്. ദെൻ ഫ്രാക്ഷൻ ഇല്ലേ. ഫ്രാക്ഷൻ എത്ര വരും? ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 72 ഡിവൈഡഡ് ബൈ എത്ര വരും? 360 വരും. ദാറ്റ് ഓൾസോ ഈസ് ഈക്വൽ ടു 1/5 അല്ലെ. അപ്പം മറ്റേതെങ്കിലും ഒരു ബിന്ദുവിൽ വെച്ചാലും അവിടെ കിട്ടുന്ന 1/5 പോർഷൻ ആയിരിക്കും. അപ്പം സെൻട്രൽ ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്, പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ദ ആംഗിൾ എന്താണ്? ദ ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ on the alternate arc is half of the angle made at the center. വൃത്തത്തിലെ ഏത് ചാപവും കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് മറു ചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത്. അതായത്
സെൻട്രൽ ആംഗിൾ സി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ പോയിന്റിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആർക്കിലെ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും? അതിന്റെ പകുതിയായിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിന്റെ ഇരട്ടിയായിരിക്കും സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഈ പ്രോബ്ലം എല്ലാം ചെയ്തത്. അപ്പൊ ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ക്വസ്റ്റ്യൻസുകളും ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കോട്ടെ. പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എഴുതി തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു ക്ലാസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക. അപ്പൊ ബാക്കി പോർഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.